ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ ചാനലിൽ ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. സോ യു മൈറ്റ് ബി ദോസ് ലക്കി വൺസ്. കാരണം നിങ്ങളായിരിക്കാം ഈ ചാനലിൻ്റെ ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് മദർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ത്രൂ വേണം ഈ ചാനൽ ഈ മുന്നോട്ട് വളർന്നു വരാൻ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമേ തന്നെ ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലാണ്. സോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണും, സ്വാഭാവികം. എഡിറ്റിങ്ങിനാണെങ്കിലും വീഡിയോ എടുക്കുന്നതിനാണെങ്കിലും കാണും. സോ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു മൂവി റിവ്യൂ ഉണ്ട്. മൂവി റിവ്യൂ എന്ന് പറയുമ്പോൾ ടൈറ്റിലിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. പടം എന്ന് പറയുന്നത് വിഷയം, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ വിഷയം പെർഫെക്റ്റ് ട്രിബ്യൂട്ട് ടു ഫോക്സ് സ്റ്റുഡിയോസ്. എല്ലാം ഉണ്ട്, എല്ലാം മാസിന് മാസ്, ക്ലാസ് അത്രയില്ല. ലൈക്ക് ആക്ഷൻ, പിന്നെ ഒരു ഇതുണ്ടല്ലോ, ഒരു 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 കയറി വരലുണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടും. Like if you're watching it in 3D with 4K Dolby Atmos enhanced theater, one hell of an experience. നിങ്ങൾ ടിക്കറ്റിന് കൊടുത്ത പൈസ വർത്ത് ഇറ്റ്. അതും എസ്പെഷ്യലി ആദ്യത്തെ ആ കുറച്ച് മിനിറ്റുകൾ, ആദ്യത്തെ ആ കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ, സെറ്റാണ്. ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത് വരെയും അത് കഴിഞ്ഞിട്ടുമുള്ള കുറച്ച് സീക്വൻസ്, ഓ എൻ്റെ മോനെ എന്നതാണോ അത് എടുത്തു വെച്ചേക്കുന്നത്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. പിന്നെ ലൈക്ക് ഈ പടത്തിൽ വോൾവറിനായിട്ടോ ഡെഡ്പൂളായിട്ടോ ലൈക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത് പ്രതീക്ഷിക്കുന്നു. അത് ഇല്ല. അത് ലൈക്ക് കമ്പയർ ടു ഡെഡ്പൂൾ 1 and 2 എക്സ്മെൻ ഫ്രാഞ്ചൈസിലെ ബാക്കി പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഒരു ഫാൻ എന്ന രീതിക്ക് കാണുന്ന എല്ലാവർക്കും 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ലൈക്ക് പേഴ്സണലി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഒട്ടുമിക്ക ലൈക്ക് എനിക്കറിയാവുന്നവരോടൊക്കെ ചോദിച്ചപ്പോഴും അവരും സെയിം റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ലൈക്ക് എല്ലാം ഉണ്ട്. ലൈക്ക് ഈ പടം ഉണ്ടല്ലോ, ഈ പടം ശരിക്കും പറഞ്ഞ ഊക്കാണ്. അതിൽ എല്ലാവർക്കും അറഞ്ചം മൊത്തം ഊക്കാണ്. ഇത് ഫോക്സ് സ്റ്റുഡിയോസിൽ നിന്ന് ഊക്കുന്നു, മാർവൽ സ്വയം തന്നെ ഊക്കുന്നു, പിന്നെ ഡെഡ്പൂളിലിട്ട് ഊക്കുന്നു, വോൾവറിനിട്ട് ഊക്കുന്നു, വോൾവറിൻ തിരിച്ച് ഊക്കുന്നു, മറിച്ച് ഊക്കുന്നു, എല്ലായിടത്തും ഊക്കാണ്. ഫുൾ ലൈക്ക് ഊക്കാണ് ഈ പടം. പിന്നെ അറിയാലോ, ആ ഒരു സാധനം റയൻ റെനോൾഡിൻ്റെ കിട്ടിയാൽ പുള്ളിയുടെ അടുത്തുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് പുള്ളി അത് സെറ്റാക്കും. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഇതുണ്ട്. എനിവേസ് ഹിറ്റിലാണ്. പിന്നെ വയലൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ഡെഡ്പൂൾ 1 and 2 കണ്ടവർക്കറിയാം, ഇതൊരു വയലൻറ്റ് പടമായിരിക്കും, ബ്ലഡ് ഷെഡ് ഉണ്ടായിരിക്കും. പക്ഷേ കമ്പയർ ടു അതർ ബ്ലഡ് ഷെഡ് മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കുറവാണ്, പക്ഷെ ഉണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പടം. പിന്നെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. സോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പടം. ബാക്കി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ താഴെ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് കാണാം. ഞാൻ എൻ്റെ വീഡിയോ സംഭവം ഇതിലൂടെ ഞാനൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുമായിരുന്നു. ഇതിനിയും അപ്ലോഡ് ചെയ്തിട്ട് വേണം ഇതെങ്ങനെ കൊള്ളാവോ ഇല്ലയോ എന്ന് നോക്കാൻ. അതനുസരിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താം. അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരെ ബൈ.